ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിലായി നടക്കുന്ന എല്ലാ പരീക്ഷകളിലും മലയാളം പാർട്ടിൽ ശൈലികൾ എന്നൊരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ വീഡിയോ ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് എഴുതുക, എഴുതി പഠിക്കുക. അടുത്ത് വരുന്ന പരീക്ഷകളിൽ വൊക്കാബുലറി പാർട്ട് എന്ന മലയാളത്തിലെ 100% മാർക്കും നമുക്ക് കിട്ടിയേ പറ്റൂ. അപ്പോൾ കയറിപ്പോരെ. ശൈലികൾ: മുട്ടുശാന്തി, താൽക്കാലിക പരിഹാരം. അപ്പോൾ എന്താണ് ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ പറയുന്നത്? കുറച്ച് ശൈലികൾ, അത് അർത്ഥമാക്കുന്നത് എന്തെന്നുള്ളതാണ്. മുട്ടുശാന്തി, താൽക്കാലിക പരിഹാരം. താൽക്കാലിക പരിഹാരത്തെയാണ് മുട്ടുശാന്തി എന്ന് പറയുന്നത്. അടുത്തോണ്ട് നോക്കിയേ. ഭസ്മത്തിൽ നെയ്യൊഴിക്കുക, നിഷ്ഫല പ്രയത്നം. ഭസ്മത്തിൽ നെയ്യൊഴിക്കുക എന്താണ്? നിഷ്ഫല പ്രയത്നം. ഭസ്മത്തിൽ നെയ്യൊഴിക്കുക, നിഷ്ഫല പ്രയത്നം. ആനവായിൽ അമ്പഴങ്ങ, ചെറിയ നേട്ടം. ആനവായിൽ അമ്പഴങ്ങ, ചെറിയ നേട്ടം. ആനയുടെ വായിൽ അമ്പഴങ്ങ നമുക്കറിയാം വളരെ ചെറുതാണ്, ആനയുടെ വായ വലുതാണ്. അപ്പോൾ അവിടെ കൊണ്ടുവരും അമ്പഴങ്ങ വെച്ച് കഴിഞ്ഞാൽ അത് ചെറുതല്ലടാ. ഓക്കെ, ചെറിയ നേട്ടമാണ്, ചെറിയ നേട്ടം. ഓക്കെ, അപ്പോൾ എന്താണ്? മുട്ടുശാന്തി, താൽക്കാലിക പരിഹാരം. ഭസ്മത്തിൽ നെയ്യൊഴിക്കുക, നിഷ്ഫല പ്രയത്നം. ഭസ്മത്തിൽ നെയ്യൊഴിക്കുക, നിഷ്ഫല പ്രയത്നം. ആനവായിൽ അമ്പഴങ്ങ, ചെറിയ നേട്ടം. അടുത്തത് നോക്കിയേ. എരുമത്തലയൻ, വലിയ വിഡ്ഢി. അടിപൊളി അല്ലേ? എരുമത്തലയൻ, വലിയ വിഡ്ഢി. ആരെങ്കിലുമൊക്കെ നമുക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ വിഡ്ഢിയാന്നൊക്കെ ഡയറക്റ്റ് വിളിക്കുന്നതിന് പകരം വേണമെങ്കിൽ എന്ത് ചെയ്യാം, എരുമത്തലയാന്ന് വിളിക്കുക അല്ലേ? മനസ്സിലാവത്തില്ല. അപ്പോൾ എന്താണ്, ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ട് വേണം വിളിക്കാനായിട്ട്. തിരികെ കിട്ടുന്നത് മേടിച്ചോളാം കേട്ടെ. ഓക്കെ, അപ്പോൾ എന്താ? എരുമത്തലയൻ, വലിയ വിഡ്ഢി. എരുമത്തലയൻ, വലിയ വിഡ്ഢി. പകിട 12 വീഴുക, നന്മ വരിക. പകിട 12 വീഴുക, നന്മ വരിക. പണ്ട് ദൂരദർശനിൽ ഒരു പരിപാടി ഉണ്ട്, അതിൽ പകിട 12. ഓക്കെ, അപ്പോൾ പകിട 12 വീഴുക, നന്മ വരിക. ഉറിയിൽ കയറ്റുക, പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക. ഉറിയിൽ കയറ്റുക എന്താണ്? പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക. ഉറി എന്നൊക്കെ പറയുന്നത് അറിയാവോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക്? ഓക്കെ, പണ്ട് പഴയ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നത് അല്ലേ, ഇങ്ങനെ പൂച്ചയൊന്നും കറി ഒന്നും എടുത്തോണ്ട് പോകാതിരിക്കാനായിട്ട് ഹാങ് ചെയ്തിട്ടേക്കുന്ന ഒരു സാധനമാണ് ഉറി. ഓക്കെ, ഇന്ന് വീടുകളിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഉറിയിൽ കയറ്റുക, പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക. ഉറിയിൽ കയറ്റുക, പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക. ആറാട്ടുകൊമ്പൻ, വലിയ പ്രതാപമുള്ളവൻ. അത് കുഴപ്പമില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആറാട്ടിനൊക്കെ കൊമ്പന്മാരൊക്കെ ഇങ്ങനെ നിരനിരാന്ന് വലിയ പ്രതാപത്തോടെയല്ലേ നിൽക്കുന്നത്. ആറാട്ടുകൊമ്പൻ ഏതാ? വലിയ പ്രതാപമുള്ളവൻ. ആറാട്ട് അങ്ങനല്ല, ആറാട്ടുകൊമ്പൻ. പുള്ളിയും അത്യാവശ്യം പ്രതാപമുള്ളതാ അല്ലയോ? ഓക്കെ, ആറാട്ടുകൊമ്പൻ, വലിയ പ്രതാപമുള്ളവൻ. നാരകത്തിൽ കയറ്റുക. ഇനി പെട്ടെന്ന് വായിച്ചിട്ട് നരകത്തിൽ കയറ്റുക എന്നൊന്നും പറയരുത്. നാരകത്തിൽ കയറ്റുക, പുകഴ്ത്തി അപകടത്തിലാക്കുക. നാരകത്തിൽ കയറ്റുക എന്താണ്? പുകഴ്ത്തി അപകടത്തിലാക്കുക. നാരകത്തിൽ കയറ്റുക, പുകഴ്ത്തി അപകടത്തിലാക്കുക. അടുത്തത് തൊലി ഉരിച്ച ഓന്ത്, വല്ലാത്ത സ്ഥിതിയിൽപ്പെട്ടവൻ. നമുക്ക് ഓന്ത് എന്ന് പറയുമ്പോൾ അതിനൊരു തൊലിയാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അല്ലേ? അതിനൊരു ഭംഗി, ഓക്കെ, ഭംഗിയുള്ള ഒരു ഇതാണ്. അപ്പം അത് തൊലിയുരിച്ച് ഓന്തെന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ ഇരിക്കും അല്ലേ? അയ്യോ, ഒന്ന് ഓർത്ത് നോക്കി, വല്ലാത്തൊരു സ്ഥിതിയായിരിക്കും. തൊലിയുരിച്ച ഓന്ത്, വല്ലാത്ത സ്ഥിതിയിൽപ്പെട്ടവൻ. തൊലിയുരിച്ച ഓന്ത്, വല്ലാത്ത സ്ഥിതിയിൽപ്പെട്ടവൻ. അടുത്ത് നോക്കിയേ. കാക്കപ്പൊന്ന്, വിലകെട്ട വസ്തു. കാക്കപ്പൊന്ന്, വിലകെട്ട വസ്തു. വലിയ വിലയൊന്നും ഇല്ലാത്തതാണ് കാക്കപ്പൊന്ന് എന്ന് പറയുന്നത്. വിലകെട്ട വസ്തുവാണ്. നമുക്കറിയാം, നോർമലി നമ്മൾ ഒത്തിരി ഇവിടെ വെറുതെ ഇങ്ങനെ കാക്കകളൊക്കെ ആരെങ്കിലും കാക്കയെ കാണുമ്പോൾ ഇതോ ഒരു കാക്ക എന്ന് പറയാറുണ്ടോ? ഇല്ല. പകരം മയിലോ അങ്ങനെയൊക്കെ വരുമ്പോൾ, തത്തയൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ വിലകെട്ട വസ്തു, നമുക്ക് വലിയ വിലയില്ലാത്ത കാക്കപ്പൊന്ന്, വിലകെട്ട വസ്തു. ഒന്നുകൂടെ പറയട്ടെ. മുട്ടുശാന്തി, താൽക്കാലിക പരിഹാരം. ഭസ്മത്തിൽ നെയ്യൊഴിക്കുക, നിഷ്ഫല പ്രയത്നം. ഒന്ന് എഴുതി പഠിച്ചോളേടാ, പരീക്ഷയൊക്കെ അത് അടുത്തടുത്ത് വരുവാണ്. ഓക്കെ, മുട്ടുശാന്തി, താൽക്കാലിക പരിഹാരം. ഭസ്മത്തിൽ നെയ്യൊഴിക്കുക, നിഷ്ഫല പ്രയത്നം. ആനവായിൽ അമ്പഴങ്ങ, ചെറിയ നേട്ടം. ആനവായിൽ അമ്പഴങ്ങ, ചെറിയ നേട്ടം. എരുമത്തലയൻ, വലിയ വിഡ്ഢി. എരുമത്തലയൻ, വലിയ വിഡ്ഢി. പകിട 12 വീഴുക, നന്മ വരിക. പകിട 12 വീഴുക, നന്മ വരിക. ഉറിയിൽ കയറ്റുക, പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക. ഉറിയിൽ കയറ്റുക, പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക. ആറാട്ടുകൊമ്പൻ, വലിയ പ്രതാപമുള്ളവൻ. നാരകത്തിൽ കയറ്റുക, പുകഴ്ത്തി അപകടത്തിലാക്കുക. നാരകത്തിൽ കയറ്റുക, പുകഴ്ത്തി അപകടത്തിലാക്കുക. തൊലിയുരിച്ച ഓന്ത്, വല്ലാത്ത സ്ഥിതിയിൽപ്പെട്ടവൻ. തൊലിയില്ലാത്ത ഓന്ത്, ആഹാ അല്ലേ? അപ്പൊ തൊലിയുരിച്ച ഓന്ത്, വല്ലാത്ത സ്ഥിതിയിൽപ്പെട്ടവൻ. കാക്കപ്പൊന്ന്, വിലകെട്ട വസ്തു. കാക്കപ്പൊന്ന്, വിലകെട്ട വസ്തു. അപ്പോൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.